വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു, ബ്രോയുടെ വണ്ടി ഏത് മോഡലാണ്, ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ഇതിനെപ്പറ്റി പറയാമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറേ കമൻറ്റിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ. എന്തോ ഒരു സാധനം വരുന്നുണ്ടല്ലോ, എന്താണത്? ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു. അത് പോട്ടെ കേട്ടോ, അതിന് ശേഷം പറയാം. എന്താ അല്ലേ, എന്താ ഒരു ലുക്ക്, എന്തോ ഒരു പെട്രോളാണ് കൊണ്ടുവന്നത് കേട്ടോ. അതുകൂടെ ഒരു ടാങ്ക് വീണ് കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് ഊറ്റി തന്നിട്ടെങ്കിലും അവർക്ക് പോകാമായിരുന്നു. കൊതിപ്പിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ പ്ലാറ്റിന ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിന്, ഒരു ഒമിനി, നല്ല ഹരിതാപയും പച്ചപ്പും, എന്താ ഫ്രെയിം. പിന്നെ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്, അന്തസ്. പിന്നെ നല്ല നീല കളറുള്ള ആകാശം, സൈഡിൽ നിന്ന് കുറച്ച് ഇരുണ്ട മേഘം. അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ട്രെയിൻ പോയ പുറകെ ഒരു കാർ ഇവിടെ വന്ന് പാർക്കും ചെയ്ത് കഴിഞ്ഞു. ഈ വഴി അവിടം തൊട്ട് ഇവിടം വരെ ഈ ഒരു വഴിയുള്ളൂ. കുറേ വണ്ടിക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് എന്തോ ഉണ്ടെന്ന് ഓർത്തുണ്ട് ഇവിടെ വന്നിട്ട് തിരിച്ചുകൊണ്ട് പോകുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ ഇവിടെയുള്ള ആരുടെ വണ്ടികളൊക്കെയാണ്. ശരിക്കും ഇവിടെ കൊണ്ട് ഈ വഴി തീരുവാണ്. ഇവിടെ റെയിൽവേ ട്രാക്കാണ്. കുറേ ആൾക്കാർ കൗതുകം മൂത്ത് ഇങ്ങോട്ട് വരാറുണ്ട്. ഞാൻ ഇവിടെ വെച്ചാണ് സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി കൂടെ വന്നപ്പോൾ നമ്മുടെ ഫ്രെയിം കുറച്ചുകൂടി വിവലമായി. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാര്യത്തിലോട്ട് കിടക്കാം. BS6 പ്ലാറ്റിനയാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് കിട്ടുന്ന മൈലേജ് ആദ്യം തന്നെ പറഞ്ഞേക്കാം. 60 to 65 ഒക്കെയാണ് എൻ്റെ റഫ് യൂസിൽ, ഡെയിലി യൂസിലൊക്കെ കിട്ടുന്നത്. ഞാൻ ഈ ഒരു വണ്ടിയിലാണ് എൻ്റെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സ്വിഗ്ഗി ഡെലിവറി ജോബൊക്കെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഇപ്പോൾ ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മെയിനായിട്ടൊരു വണ്ടി ഉണ്ട്, പക്ഷേ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് ചെറിയ പണികളും പരിപാടികളൊക്കെ ആയിട്ടാണ്. ശരിക്കും ഒരു മനുഷ്യന് ഒരു വണ്ടി മതി. 2-3 വണ്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, കാരണം നമ്മളെപ്പോഴും ഈ പെട്രോളിനൊക്കെ വില കൂടിയപ്പോൾ മൈലേജുള്ള വണ്ടിയാണല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ മൈലേജ് ഇല്ലാത്ത വണ്ടിയിലോട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കാൻ പോലും നേരം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ഇതല്ലാണ്ട് വേറൊരു വണ്ടിയിലോട്ട് പോകാനോ ചിന്തിക്കാനോ നേരം കിട്ടിയിട്ടില്ല. കാരണം ഇത് 50 രൂപയ്ക്ക് അടിച്ചാൽ ലോകം മൊത്തം പോകും. മറ്റേ വണ്ടിക്ക് 20 കണ്ടേ മൈലേജ് ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് എനിക്കൊരു വണ്ടി തന്നാണ്. ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡെലിവറി ജോബിലുണ്ടായിരുന്നത്, ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് യമഹ റൈസ്ഡാർ എന്ന് പറഞ്ഞ സ്കൂട്ടറായിരുന്നു. അതിനൊട്ടും മൈലേജ് ഇല്ലായിരുന്നു. അതിനുശേഷം അന്നൊക്കെ ഡെലിവറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമായിരുന്നു. അപ്പം മൈലേജ് ഒന്നും നോക്കേണ്ട കാര്യം. പെട്രോളിനും 60-65 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പെട്രോൾ വില എത്ര, 108 രൂപ എങ്ങാണ്ടായിട്ടുണ്ട്. 105 108 നോക്കാറില്ല. നമ്മളെന്നും 50 രൂപയ്ക്ക് അടിക്കുന്നവരായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. അതിനുശേഷം ഞാൻ ആ ഒരു വണ്ടി കൊടുത്തിട്ട് ഒരു പ്ലാറ്റിന എടുത്തു. ഒരു BS3 പ്ലാറ്റിന ആയിരുന്നു. BS3യിൽ നിന്നും ഈ ഒരു BS6ലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും, എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കുറേ ഇലക്ട്രോണിക് കമ്പൗണ്ട്സ് ഒരാവശ്യമില്ലാണ്ട് കുത്തിത്തിരികെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. വണ്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. പഴയ പ്ലാറ്റിനയിൽ ഇതൊന്നുമില്ലായിരുന്നു. ഒരു കാർബേറ്ററും ഒരു എഞ്ചിനും ഒരു കിക്കറും ഉണ്ടായിരുന്നുള്ളൂ BS3യിൽ. അതുകൊണ്ട് കാണിക്കാത്ത ശോഭകേടും ഇല്ലായിരുന്നു. അത് ഇഷ്ടം പോലെ ഓടിച്ച് റഫ് യൂസ് ആയിരുന്നു. ശരി, അത് ഓടിച്ച് തീർക്കുകയോ ചെയ്താൽ വണ്ടി. ഈ ഡെലിവറിക്കൊക്കെ നല്ല വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പരിപാടിക്ക് വേണ്ടി മാത്രമേ കൊള്ളത്തുള്ളൂ. വണ്ടി ഓടി തീർന്നു പോകും. നമുക്ക് ആ ഒരു വണ്ടി എന്താ പറയുക, നല്ലൊരു വണ്ടിയായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം എന്നും ഓട്ടമാണ്, വണ്ടി ഓടി തീരും. പിന്നെ ബജാജ് എന്ന് പറഞ്ഞൊരു മാനുഫാക്ചർ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടിറക്കുന്നവരാണ്. അപ്പോൾ ഈ വണ്ടിയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പാർട്സിനൊക്കെ വളരെ വിലക്കുറവാണ്. ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബജാജിൻ്റെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം പോയാലും മാറി വെക്കാൻ അധികം എമൗണ്ട് മുടക്കേണ്ട വരത്തില്ല, ചെറിയ പൈസ എടുത്തുള്ളൂ. പഴയ BS3 പ്ലാറ്റിനയുടെ അലോയ് വീൽ എന്ന് പറഞ്ഞാൽ 5 സ്പോക്കായിരുന്നു, 5 കാലുകളായിരുന്നു. പക്ഷേ ഇതിൽ വന്നപ്പം ഇത് 5 സ്പോക്ക് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡിസൈനിൽ കണ്ടോ നിങ്ങൾ ചെറിയ വ്യത്യാസം കണ്ടോ. 100cc കംഫർട്ടെക് എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. അധികം കംഫർട്ടെക് 100cc ഈ ഒരു മോഡൽ അലോയ് കാണാൻ ചാൻസ് കുറവാണ്. ഇപ്പോഴും 5 സ്പോക്ക് തന്നെയാണ്. ഈ ഒരു അലോയ് വീൽ ഇച്ചിരി വെയിറ്റ് കുറച്ചൊരു അലോയ് വീലാണ്, വളരെ ലൈറ്ററാണ്. ഇത് എനിക്കൊന്ന് ഡിസ്കവറിൽ കണ്ടിട്ടുണ്ട്. 110cc ഈ ഒരു മോഡൽ അലോയാണ്. മറ്റേ അലോയ് വീലിന് ഇച്ചിരി ക്വാളിറ്റിയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മൾ NS200ൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോയ് വീലൊക്കെ ബജാജ് ലൈറ്റർ ആക്കിയിട്ടുണ്ടെന്ന്. ശരിയാണ്, അവർ മൈലേജും പെർഫോമൻസൊക്കെ കൂട്ടാൻ വേണ്ടി വെയിറ്റ് റിഡക്ഷൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു പ്ലാറ്റിനയുടെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ. ഇപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇടിവെട്ടായിട്ട് കാണുന്ന ഈ സസ്പെൻഷൻ ആയിരിക്കും. ഇത് ഈ വണ്ടിയുടെ അല്ല, TVS ഫിനിക്സ് എന്ന് പറഞ്ഞ TVS ഫിനിക്സ് എന്ന് പറഞ്ഞ വണ്ടിയുടെ സസ്പെൻഷനാണ് ഇത്. ഇത് ഒരുപാട് പേര് RX100ലും സ്പ്ലെൻഡറിലൊക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങി കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നോട്ട് എനിക്കിതിൽ നോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ വണ്ടിയിൽ ഫിറ്റ് ആക്കണം. കഴിഞ്ഞ ദിവസമാണത് വാങ്ങിയിട്ടത്. അപ്പോൾ ഇത് ഇട്ടപ്പോൾ വണ്ടിക്ക് പൊക്കാൻ കൂടി. ഇപ്പോൾ ഇതിലിരുന്ന് ഓടിക്കുമ്പോൾ മറ്റേ എക്സ്പൾസയിലൊക്കെ കയറിയിരിക്കുന്ന ഒരു ഫീലാണ്. ഞാനത് ഓടിച്ചും കൂടെ കാണിക്കാം. നേരത്തെ ഈ വണ്ടി എനിക്ക് ഫ്ലാറ്റ് ഫുഡ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ വിരൽത്തുമ്പ് ഫുഡായി മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ വിരൽത്തുമ്പ് മാത്രം ഇപ്പോൾ നിലത്ത് മുട്ടുന്നുള്ളൂ. ഇത് സെൻറ്റർ സ്റ്റാൻഡ് വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല പൊക്കം കൂടി വണ്ടിക്ക്. ഫിനിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബോഡി ഇങ്ങനെ ഇച്ചിരി കൂടി താന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി ഇച്ചിരി കയറി ആവുന്നുണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ ഇതിന് ഹൈറ്റും കൂടിയിട്ടുണ്ട്, നല്ല പൊക്കമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ റൈഡിങ് പോസ്റ്റർ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം ഇട്ടപ്പം.
നേരത്തെ നടുവൊക്കെ വളഞ്ഞു കൂടി ഇങ്ങനെയൊക്കെ ഇന്ന് കുത്തിയിരിക്കുന്ന പോലെയായിരുന്നു പോകുന്നത്, നടുവൊക്കെ ഇങ്ങനെ കുലുങ്ങി. അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ ഓണർ ഈ വണ്ടി തന്നത്. അവൻ ഈ ഭയങ്കര നടുവേനയും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഈ വണ്ടി ഉപയോഗിച്ച സമയത്ത്. അതുകൊണ്ട് അവനൊരു മോണോഷോക്കുള്ള വണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വണ്ടി എനിക്ക് എന്നിട്ട് അവൻ TVS റൈഡർ 125 എടുത്തു. ആ വണ്ടിയുടെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു നീല വണ്ടി. അപ്പോൾ ആ വണ്ടിയുടെ ഓണറുടെ വണ്ടിയാണ് ഈ ഒരു വണ്ടി. മെയിനായിട്ട് ആ വണ്ടി മാറാൻ കാരണം ഈ ഒരു സസ്പെൻഷനും ഇതിൻ്റെ ബ്രേക്ക് ഇല്ലായ്മയാണ്, ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളൊരു കാരണം കൂടെയാണ്. ഇതിൻ്റെ പരാജയ പാട്ടിൽ മറ്റൊന്നാണ് ഇതിൻ്റെ ബ്രേക്ക്. ഇതൊരു കോമ്പി ബ്രേക്ക് വരുന്ന വണ്ടിയായിരുന്നു. ഇത് ഡ്രം ബ്രേക്കാണ്, പക്ഷേ കോമ്പിയാണ്, ഡിസ്ക് ഒന്നുമില്ല. 100cc ആണ്ട് 110 ഡിസ്ക് വരുന്നുണ്ട്. അപ്പോൾ കോമ്പി ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ഞാനത് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു കേബിൾ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ കേബിൾ ഊരിക്കളഞ്ഞപ്പോഴാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് നന്നായിട്ട് വർക്കാകാൻ തുടങ്ങിയത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പം ഇതിങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം കണ്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് പിടിക്കാം. നേരത്തെ ഭയങ്കര കല്ലിപ്പായിരുന്നു, ബ്രേക്കൊന്നുമില്ല, പറയുമ്പോൾ കോമ്പിയൊക്കെ വണ്ടി നിൽക്കത്തൊന്നുമില്ല. അതായിരുന്നു ഈ ഒരു പ്ലാറ്റിനയുടെ എനിക്ക് ഫീൽ ചെയ്ത ആദ്യത്തെ പരാജയ ഘടകം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ബ്രേക്കില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കോമ്പിയുടെ കേബിൾ ഫ്രണ്ടിലോട്ട് കാണും. അത് ഊരി കളഞ്ഞിട്ട് ഫ്രണ്ട് ബ്രേക്കിനെ സ്വതന്ത്രമായിട്ട് അഴിച്ചു വിടുക. അപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം മാറി കിട്ടും. പിന്നെ ഈ ഒരു വണ്ടിയിൽ കൊള്ളാവുന്നൊരു പാട്ടും ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ്. കംഫർട്ടൊക്കെ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഇതിൻ്റെ ഒരു ഓയിൽ സീലോ കാര്യങ്ങളോ കംപ്ലൈൻ്റ് ആയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ചെറുതായിട്ട് ഓയിൽ ലീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഈ ഡസ്റ്റ് സീലിൻ്റെ അവിടെ നിന്നും ലീക്ക് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് ഇതിൻ്റെ മാറണ്ടാത്ത ഒരു ഘടകമായിട്ടുള്ളതുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. കോൺസെപ്റ്റ് ഞാൻ ഒരു തവണ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ ആ ഒരു സാധനം ബാക്ക് സസ്പെൻഷൻ. ഇതിൻ്റെ 5ാമത്തെ സസ്പെൻഷനാണ് ബാക്കിൽ കിടക്കുന്നത്. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ തൊട്ടുള്ള ബാക്ക് സസ്പെൻഷൻ എപ്പോഴും പോകും. നേരത്തെ സസ്പെൻഷൻ ഇച്ചിരി സോഫ്റ്റർ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഹാർഡറാണ് ഈ ഒരു സസ്പെൻഷൻ ഇട്ടപ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്പ്രിങ് ഉണ്ടല്ലോ, റെഡ് കളർ വരുന്നത്, കുറച്ച് ഹാർഡർ സ്പ്രിങ് ആണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സ്പ്രിങ് ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ചെറിയ ഷോക്സൊക്കെ ഇതാണ് അബ്സോർബ് ചെയ്യുന്നത്. ഹാർഡറായിട്ട് വരുമ്പോൾ ഈ ഒരു പോർഷനാണ്. ഇത് ഇച്ചിരി സ്റ്റിഫാണ്. ഇപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം എന്നെപ്പോലെ ലോലനായിട്ട് വെയിറ്റൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ഇതധികം വർക്ക് ചെയ്യത്തൊന്നുമില്ല. ഈ ഒരു റബ്ബർ പന്തൊക്കെ കുത്തിപ്പൊങ്ങി പോകുന്നില്ല. എന്നാലും സസ്പെൻഷനൊക്കെ വർക്കാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചാട്ടം ഫീൽ ചെയ്യും, കാരണം ഇച്ചിരി സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും, കാരണം ഇച്ചിരി ഹാർഡാണ്. ഇപ്പോൾ 2 പേര് നല്ല വെയിറ്റുള്ള 2 പേരിരുന്ന് പോവുകയാണെങ്കിൽ നല്ല ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യും ഈ ഒരു സസ്പെൻഷന്. പക്ഷേ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യും മറ്റേനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഹൈറ്റ് കൂടും. പക്ഷേ എനിക്ക് ഈ ഹൈറ്റ് കൂടിയതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആ കയറിയിരിക്കുമ്പോൾ ഒരു എക്സ്പൾസയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ റൈഡിങ് പോസ്റ്റർ നടുവ് വളയണ്ട, നേരെ ഇരിക്കാം, കൈ ഇച്ചിരി ഇങ്ങനെ കുനിച്ച് ഒരു സ്പോർട്ടി സെറ്റപ്പിലാക്കി ഇരിക്കാം. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു ഘടകം. ഇത് ഇലക്ട്രോണിക് കാർബറേറ്ററാണ്, ഓട്ടോ ചോക്കാണ്, വേറെ സെപ്പറേറ്റ് ചോക്കൊന്നുമില്ല. ഇത് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും രാവിലെ സമയങ്ങളിൽ വണ്ടി ഇങ്ങനെ റേസായി വരും, എരച്ചു വരും, എന്നിട്ട് പിന്നെ നോർമൽ ഐഡിലോട്ട് വരും. പക്ഷേ അത് വന്ന് അതിനൊരു അസുഖമായി മാറിയിരിക്കുകയാണ്. വണ്ടി ഫുൾ ടൈം ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് എരച്ചു വരുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഓട്ടത്തിലും ഇറക്കമൊക്കെ പോകുമ്പോൾ വണ്ടി തന്നെ റേസാവുക, ബ്ലോക്കിൽ നിൽക്കുമ്പോൾ തന്നെ റേസാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കീ ഓഫാക്കിയിട്ട് ഓണാക്കും. അത് മാറാൻ വേണ്ടി ഞാൻ പലയിടത്തും പോയി അന്വേഷിച്ചു. സാധാ വർക്ക്ഷോപ്പുകാർക്കൊന്നും അതിനെപ്പറ്റി ഐഡിയ ഇല്ല. 1-2 ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ പോയതാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറി വെച്ചു, മാറ്റമില്ല. എനിക്ക് തോന്നി ഈ ഓട്ടോ ചോക്കിൻ്റെ സെൻസർ പോയതാണെന്ന് തോന്നും. അപ്പോൾ നമ്മുടെ ഷോറൂം വീഡിയോയ്ക്ക് എടുക്കുന്ന ഷോറൂമിലെ മാനേജർ സാർ, അതായത് സർവീസിലെ മാനേജർ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്ന, പക്ഷേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, ഒരു ദിവസം കൊണ്ടുപോയി നോക്കണം. അത് എനിക്കിതിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു, ബ്രോ അതങ്ങനെ ഓടിക്കുന്നത് തന്നെ അപകടമാണ്, ഇറക്കമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ റേസായിട്ട് വണ്ടി പോകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അതെന്താണെങ്കിലും അത് ശരിയാക്കണം. അപ്പോൾ എനിക്കത് ഉടനെ ശരിയാക്കുന്ന ഒരു പാർട്ടാണ്. പിന്നെ എനിക്ക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ കാശ് പോയൊരു ഭാഗമാണ് ഇതിൻ്റെ സീറ്റ്. അത് പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് ആൾക്കാരുടെ ഇതാണ് കേട്ടോ. ഇത് നാടൻ പൂച്ചയുണ്ട്, പേർഷ്യൻ പൂച്ചയുണ്ട്, അവരുടെ ആശ തീർക്കുന്നതാണ് മാന്തി. അപ്പോൾ ഞാൻ കുറേ കവറുകൾ മാറിക്കൊണ്ടിടും, അവർ മാന്തി പരുവാക്കും. പിന്നെ എന്തെങ്കിലും മൂടിയിടും, അത് അവർ മാറ്റിയിട്ട് വീണ്ടും മാന്തും. പക്ഷേ അന്നേരം ഞാൻ ശ്രദ്ധിക്കുന്നൊന്നുമില്ലായിരുന്നു. പോട്ടെ, ഒരു കൊതി ഇരുന്നിടം വരെ മാറട്ടെ, അടുത്ത കവറിടാന്ന് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പൂച്ച മാന്തിയാലും ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളാരും നമ്മുടെ വണ്ടിയുടെ സീറ്റൊന്നും എപ്പോഴും അഴിച്ച് നോക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ അവിചാരിതമായിട്ട് നമ്മുടെ വണ്ടിയുടെ സീറ്റ് അഴിച്ച് നോക്കി. സീറ്റ് ഇവിടെയാണ് കേട്ടോ അഴിക്കുന്നത്, കാണിച്ചു തരാം. അതിൻ്റെ അകത്തൊക്കെ കുറച്ച് പൊടിയാണ്, വണ്ടി കഴിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. സീറ്റ് അഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു വള്ളിയുണ്ട്, എത്തപ്പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. സീറ്റ് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം വരുന്നത്, ചേസ് ഇതാണ് കേട്ടോ. ഈ ഒരു ഫ്രെയിമിൻ്റെ ഇവിടെ നല്ലതായിട്ട് തുരുമ്പ് കയറി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂച്ച ഇതിലൊക്കെ മാന്തി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അത് വെള്ളം ഇറങ്ങുള്ളൂ, ഈ സ്പോഞ്ചിലോട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. നമ്മളിരിക്കുമ്പോഴും ആ വെള്ളം നമ്മുടെ ചന്തയിലൊക്കെ പറ്റും, പിന്നെ അതൊക്കെ നമ്മൾ സഹിക്കുമായിരുന്നു. പക്ഷേ ഈ വെള്ളമല്ല ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട്, ഈ വെള്ളം കുടിച്ച് നിൽക്കുന്ന സ്പോഞ്ച് ലാസ്റ്റ് ഈ വെള്ളം എല്ലാം കൂടെ ഇങ്ങനെ
ഈ ഒരു മൂലക്കോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈർപ്പം പോലെ വന്നിട്ട് ആ വെള്ളം എപ്പോഴും ഇവിടെ വെള്ളമയമായിരിക്കും. നമ്മൾ ഒരിക്കലും എപ്പോഴും സീറ്റൊന്നും അഴിച്ചങ്ങനെ നോക്കാറില്ല. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഇവിടെ നിന്ന് നമ്മുടെ ചെയ്സ് ലാസ്റ്റ് തുരുമ്പെടുത്ത് ഒടിഞ്ഞു പോകും. ലാസ്റ്റ് ഇവിടെ വല്ല പട്ടയൊക്കെ വെച്ച് വെൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സീറ്റിന് ഇങ്ങനെ ഇതുപോലെ തുളയും കവറൊന്നും ഇടാതിരുന്ന അതിൻ്റെ അത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വണ്ടിയുടെ ചെയ്സിലുണ്ടാകും. ഇതാരും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്നൊന്നും. ഇത് ഒടിഞ്ഞു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് സീറ്റൊക്കെ ഇതുപോലെ ഒന്ന് അഴിച്ച് നോക്കണം. എന്നിട്ട് പൂച്ചയൊക്കെ മാന്തിയ സീറ്റാണെങ്കിൽ നല്ലൊരു കവർ വാങ്ങിച്ചിടണം. ഇത് പൂച്ചയുടെ കാലും കൈയും തല്ലി ഒടിച്ച് വീട്ടിലിടുകയും ചെയ്യണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞാനത് ശ്രദ്ധിക്കാതെ ഒരു ഘടകമായിരുന്നു. കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിന് ചുമ്മാ അത് അഴിച്ചപ്പോഴാണ് അവിടെ ശരിക്കും തുരുമ്പുണ്ടായിരുന്നു. ഞാൻ പേപ്പറൊക്കെ പിടിച്ചിട്ട് വീട്ടിലിരുന്ന് ഒരു പെയിൻ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ച് വിട്ടാണ്. ഈ കവർ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ വണ്ടി കാണാൻ വളരെ അരോചകമായിരിക്കും. ഓക്കെ, കവറൊക്കെ തിരിച്ചു വെച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ ക്യാഷ് പോയൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ വീലിൻ്റെ പോർഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് പോയേക്കുന്നത്. അല്ലാണ്ട് ഞാൻ ഈ വണ്ടി ചെയ്യുന്ന 2000 കിലോമീറ്ററൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ഓയിൽ മാറി വിടും. ഓയിൽ മാറുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ആ ഒരു ഓയിൽ ഫിൽറ്ററും കൂടെ മാറി വിടും. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി നന്നായിട്ട് ഓടും. അടുത്ത ട്രെയിൻ, ഇതെന്താ ട്രെയിനിൻ്റെ സംസ്ഥാന സമ്മേളനം? എങ്ങോട്ടേലും പോകാൻ നിന്ന ഒറ്റ ട്രെയിൻ പോലും ഇല്ലല്ലോ. ഇത് കുഞ്ഞു ട്രെയിനാണ്, പെട്ടെന്ന് പോയി, ബസ് പോലത്തെ സാധനമാണ്. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ പക്കയായിട്ടാണ് മാറുന്നത്. കാരണം ഈ വണ്ടിയുടെ എൻജിൻ ഒരു തവണ പണിതു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി 1,00,000 കിലോമീറ്റർ കഴിഞ്ഞൊരു വണ്ടിയാണ്. ഇത് 1,00,000 ഓടിയിട്ട് റീസെറ്റായിട്ട് 0 കഴിഞ്ഞിട്ട് 44,000 ആയ വണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചാൾ മീറ്റർ ഊരിയിട്ടിരുന്നു. അപ്പോൾ എന്നാലും ഒരു 2,00,000 അടുത്ത് ഓടിയ വണ്ടിയാണ്. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ദിസ് വണ്ടി. ഫ്യൂൽ ഗേജൊക്കെ കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. മീറ്ററൊക്കെ പക്കയാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ സ്വിച്ചസൊക്കെ ചെറിയ കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. അതിൽ ബാക്കി പാട്ടൊക്കെ അടിപൊളിയാണ്. ടാങ്ക് എനിക്ക് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. കാരണം ഒരു കടയുടെ ബോർഡ് ഇടിഞ്ഞു വീണ്ടും ഇവിടെ ഒരു ചെറിയ ചളുക്കമല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറ്റിയില്ല. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞ ബാക്കിൽ എവിടെയാണ് ക്യാഷ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ അലോയ് വീൽ ഞാൻ പറഞ്ഞല്ലോ ലൈറ്റർ ആക്കിയ കൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്ര ഓടിയോണ്ട് വരും കേട്ടോ, നമ്മൾ അതും കൂടെ മാനിക്കണമല്ലോ. അതിൻ്റെ അകത്ത് ഒരു വീൽ ബെയറിങ് ഇടുന്ന പോർഷൻ തേഞ്ഞ് തീർന്നിട്ട് വീലിന് ഇങ്ങനെ ഇളക്കം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ലൈറ്റിൽ കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് ഷിം അടിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി ടൈറ്റ് ചെയ്ത് തന്നുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കാശ് പോയെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലാണ് സ്പ്രോക്കറ്റ് ഹബ്ബ് പൊട്ടിപ്പോവുക. 2 തവണ മാറി വെച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ചെയിനും സ്പ്രോക്കറ്റും മാറുന്ന സമയത്ത് പലരും കാശ് ലാഭിക്കാൻ വേണ്ടി ആ സ്പ്രോക്കറ്റും ചെയിനും മാത്രം അങ്ങ് മാറിയിടുക. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അതിനകത്തൊരു സ്പ്രോക്കറ്റ് വെയറിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതും കൂടെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്പ്രോക്കറ്റ് വെയറിംഗ് അതിൻ്റെ അത് കിടന്ന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സ്പ്രോക്കറ്റ് ഹബ്ബ് പൊട്ടിപ്പോവും. അപ്പോൾ അത് ഇരട്ടി ചിലവും. അതിനൊരു 100-150 രൂപ വരുന്നതാണ് ഹബ്ബിന്. അപ്പോൾ ഓരോ തവണ ചെയിൻ മാറുമ്പോഴും സ്പ്രോക്കറ്റ് വെയറിങ്ങും കൂടെ മാറി വിടുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ബ്രേക്ക് വയറുണ്ടല്ലോ, ഈ ബ്രേക്ക് വയറും എന്തെങ്കിലും കാണാമോ? സൈലൻസർ കാരണം കാണത്തില്ല. ഇത് തന്നെ ഈ ബ്രേക്ക് വയറുണ്ട്, ഒരു ഗോൾഡൻ കളറിലെ ഒരു ബ്രേക്ക് വയറും ഇതിൻ്റെ ഒരു അഡ്ജസ്റ്ററും. ഇത് ഈ BS6 സ്റ്റോക്ക് വരുന്നത് വേറെ സെറ്റപ്പിലാണ്. ഒരു കറുത്ത വലിയ ഉണ്ട പോലെ നല്ല വെയിറ്റുള്ള സാധനമാണ്. അത് ഊരിപ്പോയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് BS6 വണ്ടിയുടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇതാണ് തന്നെ. പക്ഷേ എനിക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം ഈ ഒരു ലെവറും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് വാഷറും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നേരത്തെ BS6 വന്നിട്ട് ആ വലിയ ഉണ്ടയുള്ള വെയിറ്റുള്ള സാധനം കിടന്നിട്ട് ഇതിങ്ങനെ കട്ടലൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് ഈ ഒരു ക്യാമിന് ഈ ലെവറിനും ഇടയ്ക്ക് ഇളക്കം ഉണ്ടായിട്ട് ഇവിടെ കണ്ട ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു ബാക്ക് ബ്രേക്കിൻ്റെ എഫിഷ്യൻസിയെ നഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഞാൻ ഇടയ്ക്ക് ഒരു വാഷറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സാധനം വെച്ചപ്പോൾ ആ ഇളക്കമൊന്നുമില്ല. ഇത് കറക്റ്റ് ഫിറ്റായിട്ട് കറക്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. BS6 വരുന്നത് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. സസ്പെൻഷൻ മാറിയിട്ടു, പിന്നെ ഈ ഒരു സാധനം മാറിയിട്ടു. അതൊക്കെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കുന്നത്. അല്ലാണ്ട് വേറെ പണികളൊന്നും ഇതിലങ്ങനെ പണിതിട്ടില്ല. പിന്നെ പണി ഞാൻ പറഞ്ഞല്ലോ, എഞ്ചിൻ ഒരു തവണ പണിതായിരുന്നു. സ്വാഭാവികമായിട്ടും പണിയാതിരിക്കാൻ പറ്റത്തില്ല. ഡെലിവറിക്ക് ഉപയോഗിക്കുന്ന വണ്ടി ഉപയോഗിച്ച് തീർക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഡെയിലി 100-150 കിലോമീറ്റർ മരിച്ച് കിടന്ന് ഓടുന്ന വണ്ടിയാണ്. ഇതിപ്പോഴും ഓടുന്നതിന് ഇതിനെ ഇങ്ങനെ സ്തുതിക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാനാവാൻ പറ്റുക? ഞാനിത് ഓടിച്ചുകൊണ്ട് പറയാം. ഞാൻ അധികം ഒന്നും ഇങ്ങനെ നിർത്തി പറയുന്നൊന്നുമില്ല. കാരണം അതിന് മാത്രമൊന്നുമില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. BS6 പ്ലാറ്റിനയാണ്, 60-65 മൈലേജ് ഉണ്ട്. ഇത്രയാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം. പിന്നെ ഇതൊക്കെ ഞാൻ പിന്നെ എൻ്റെ ഒരു അനുഭവങ്ങളും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പയ്യെ നമുക്ക് ഈ സ്ഥലത്തുനിന്ന് തെറിക്കാം. ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങി. കമിതാക്കൾ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളിനി അവർക്ക് ശല്യമുണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് നല്ല പൊക്കാൻ കൂടി ഈ ഒരു ഷോക്ക് ഓബ്സർ ഇട്ടപ്പം ഇതിപ്പോൾ കയറിയിരിക്കുമ്പോൾ ആനപ്പുറത്തിരിക്കുന്ന പോലെ. ഇത് കണ്ടോ, ഇതിപ്പോൾ വിരൽത്തുമ്പ് ഫുഡായി. കണ്ടോ, എൻ്റെ കാലൊക്കെ കണ്ടോ. നേരത്തെ ഫ്ലാറ്റ് ഫുഡായിരുന്നു, നമ്മളൊരു കുഴിയിലിരിക്കുന്ന പോലെ ആയിരുന്നു. നമുക്കിങ്ങനെ വളഞ്ഞൊക്കെ ഇരുന്ന് ഓടിക്കായിരുന്നു. പക്ഷേ ഇതുണ്ട്, ഇപ്പം പൊങ്ങിയിരുന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന പോലെ. സ്റ്റിൽ വർക്കിംഗ്, സെൽഫൊക്കെ ഉണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല.
ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും എന്താ പറയുക ഡെലിവറി ജോബിനൊക്കെ ഒരു വലിയ കംഫർട്ടൊന്നും എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഷോക്ക് അബ്സർ മാറിയപ്പോൾ എനിക്ക് അതിൻ്റേതായ വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു ആനപ്പുറത്തിരിക്കുന്ന പോലൊരു സുഖവും എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്ലാറ്റിനയിൽ ആരെങ്കിലും ബാക്ക് ഷോക്ക് അബ്സറിന് ഇതുപോലെ പണിയും ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഇട്ട് നോക്കുക. ഈ ഗബ്രിയേൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ TVS ഫിനിക്സിന് ഉപയോഗിക്കുന്ന ആ ഒരു സസ്പെൻഷൻ. അതിൻ്റെ വില എന്ന് പറയുന്നത് 2 എണ്ണത്തിനും കൂടെ ഒരു 1800 രൂപയൊക്കെ വരും. അപ്പം അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത ഒരു പോരായ്മ ഞാൻ എപ്പോഴും ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൊമ്പി ഊരി കളഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ബ്രേക്ക് കിട്ടാൻ തുടങ്ങിയത്. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയായിരിക്കും, കമ്പ്യൂട്ടർ വണ്ടിയാണെങ്കിലും. കാരണം ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും അതിൻ്റെ കാലിപ്പർ വേറെ, റോട്ടർ വേറെ, ബ്രേക്ക് പാർട്സ് വേറെ, ഇതെല്ലാം സെപ്പറേറ്റ് പാർട്സാണ്. നമുക്കിതെല്ലാം മാറി മാറി വെച്ച് അതിൻ്റെ എഫിഷ്യൻസി എപ്പോഴും നിലനിർത്താൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ഒരു ഡ്രം ഉണ്ടല്ലോ, ആ ഒരു അലോയ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പോക്ക് വീലാണെങ്കിലും അതിലോട്ട് ചെന്നിട്ടാണല്ലോ ആ ഒരു ബ്രേക്ക് ലൈനർ ഓരയുന്നത്. അപ്പോൾ അതിന് തേയ്മാനം വന്നപ്പോൾ അലോയ് ആണെങ്കിൽ അലോയ് മൊത്തത്തോടെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ മറ്റേ സ്പോക്ക് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഹബ്ബ് മാറി വെക്കണം. അപ്പോൾ എന്നാലും ആ ഒരു എഫിഷ്യൻസി തിരിച്ച് കിട്ടത്തുള്ളൂ. പക്ഷേ 10-15 വർഷമായിട്ടുള്ള ഡ്രമ്മുള്ള വണ്ടികളുണ്ടല്ലോ അവിടെ, അതിന് ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചാലും ശരിയാണ്. പക്ഷേ ഒരു തേയ്മാനം വരും. ഡിസ്കിൻ്റെ അത്ര എഫിഷ്യൻ്റ് ഒന്നും ആയിരിക്കത്തില്ല ഒരിക്കലും ഡ്രം ബ്രേക്ക്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഭൂരിഭാഗവും. ആരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമെന്ന് തോന്നുന്നു, അവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. ആരടാ അവൻ? അതുതന്നെ എനിക്ക് അവരോടും ചോദിക്കാം, ആരടാ നിങ്ങൾ? നമുക്ക് പെണ്ണില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കണ്ട. പിന്നെ ഇതിൻ്റെ മേജർ കംപ്ലയിൻറ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മളൊരു വണ്ടി വാങ്ങിച്ചിട്ട് അതിന് പുത്തൻ വണ്ടി വാങ്ങിച്ചു, അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും. നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവരോട് പറയാൻ നേരത്തെ അതിന് കംപ്ലയിൻറ്റും കാണത്തില്ല, ഒരു പ്രശ്നമില്ല. സർവീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ വീണ്ടും വരും. അതെന്താണെന്ന് അറിയത്തില്ല. അതങ്ങനെയാണെന്ന് തോന്നുന്നു ഒരു വണ്ടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കാൻ പിന്നെ അതാ റേസാകുന്ന കംപ്ലയിൻ്റ് ഉണ്ടല്ലോ. വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്നുകൂടെ നോക്കാം. റേസ് ആകും മോനെ. ഉണ്ടോ ഇന്നിപ്പോൾ ഐഡിയയിലൊന്നും സ്റ്റാർട്ടായിട്ട് നിൽക്കുന്നില്ല, അതുപോലെ ട്യൂണിങ് പ്രശ്നമായി. പിന്നെ ഈ ഓട്ടോ ചോക്ക് കാർബേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്ത് ചെന്നാൽ അവർക്കൊന്നും ഇതിൻ്റെ ട്യൂണിങ് അറിയത്തില്ല. മക്കളെ നമുക്കറിയത്തില്ല, ഷോറൂമിലോട്ട് വിട്ടുപോകും എന്ന് പറയുന്നത്. അതാണ് ഈ പുതിയ വണ്ടി BS6 വണ്ടികളിലൊക്കെ നേരിടുന്ന മെയിൻ പ്രശ്നം. സ്റ്റാർട്ടാക്കാവേ, ചിലപ്പോൾ ആ സാധനം വരും. വരണ്ടാണല്ലോ, വണ്ടി അതേ ഓടിയിട്ടില്ല, അതാണെന്ന് തോന്നുന്നു. ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ വരുന്നത്. സംഭവമൊന്നുമല്ല, വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴേ വണ്ടി ഉണ്ടല്ലോ ഇതിങ്ങനെ അങ്ങ് റേസ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ആക്സിലേറ്റർ തൊടു പോലും വേണ്ട, അതാണ് സംഭവം. അത് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലത്ത്. പിന്നീട് വണ്ടി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് നിൽക്കുവാണെങ്കിൽ തന്നെ റേസ് ആകുക. ഇറക്കം പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ, അതാണ് ഞാൻ പറഞ്ഞ ഒരു കംപ്ലയിൻറ്റ്. അത് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പലരും പറഞ്ഞു അത് ആക്സിലേറ്റർ കേബിൾ ജാം ആവുന്ന, അതായത് അതൊന്നുമല്ല, അത് അതിൻ്റെ സെൻസറിന് എന്തോ കംപ്ലയിൻ്റ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു ഓട്ടോ ചോക്കിനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഷോറൂമിലൊന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാറ് പറഞ്ഞു കൊണ്ടുവരാം, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ കാണിച്ച വർക്ക്ഷോപ്പുകാർക്കൊന്നും പരിപാടി തരത്തില്ലെന്നുണ്ട്, അവർ കൈ ഒഴിഞ്ഞു. ഷോറൂമിൽ തന്നെ അതിനൊരു ഇത് തന്നെ സാധനം വന്നു കണ്ടോ. ഇപ്പം ഞാൻ ക്ലച്ച് പിടിച്ചേക്കുവാണ്, കണ്ടോ ഈ സാധനം. ഇതിപ്പം കൈവിട്ടാൽ തന്നെ ഓടിപ്പോവും. ഇതിങ്ങനെ റേസ് ആവും എപ്പോഴും. ഇതാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ അരോചകമായിട്ട് തോന്നിയത്. പിന്നെ ബ്രേക്കും, പിന്നെ സസ്പെൻഷൻ ഇപ്പോൾ ശരിയായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ BS6 പ്ലാറ്റിന അനുഭവങ്ങൾ. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, പ്ലാറ്റിന എടുക്കണോ, BS6 എടുക്കണോ, BS4 എടുക്കണോ, ഏതാ ബ്രോ നല്ലത്? ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചീപ്പ് റേറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടി ബജാജിൻ്റെ ഡിസ്കവർ 100cc ജാദു എന്ന് പറഞ്ഞ വണ്ടിയായിരുന്നു. അത് അന്നത്തെ കാലത്ത് 2010. അപ്പോൾ അതിനൊക്കെ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് തിരിച്ച് വണ്ടികളൊന്നുമില്ല. അതായത് ADV അല്ലെങ്കിൽ എന്താ പറയുക ട്രാക്ക്, അങ്ങനെ സെഗ്മെൻറ്റ് തിരിച്ചൊന്നും വണ്ടികൾ കുറവാണ്. വളരെ ചുരുക്കം വണ്ടികളുള്ളൂ. നമ്മുടെയൊക്കെ സ്വപ്ന വാഹനം എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്, പൾസർ. നമ്മളൊക്കെ ബൈക്ക് ഭ്രാന്തനാക്കിയൊരു ബൈക്കാണ് പൾസർ. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ വണ്ടികൾ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഏതാണോ ആ വണ്ടിയാണ് നമ്മുടെ എല്ലാമായ വണ്ടി. അതിൻ്റെ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം വെച്ച് പൊരുതി വന്നവന്മാരാണ്. പക്ഷേ ഇന്നത്തെ കാലത്തോട്ട് വരുമ്പോൾ സെഗ്മെൻറ്റ് തിരിച്ച് വണ്ടികളുണ്ട്. ട്രാക്ക്, അതുപോലെ ADV, കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ, ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും പറഞ്ഞു, നിങ്ങളുടെ പർപ്പസ് എന്താ, നിങ്ങളുടെ പർപ്പസ് കണ്ട് വണ്ടി എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ എല്ലാമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികൾക്കൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. എൻ്റെ ഇരുന്ന് ഡിസ്കവറിനൊക്കെ നല്ല പക്ക ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഈ BS6 വന്നപ്പോൾ വണ്ടി കുറച്ചുകൂടെ ലോലമായ പോലെ തോന്നും. കാരണം വണ്ടി ക്വാളിറ്റി ഇല്ല. നമ്മൾ 2 പേരെയൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പുറകിലൊക്കെ ഒരാളും കൂടി ഇരിക്കുമ്പോൾ ഇതിപ്പോൾ ഒടിഞ്ഞു പോകുമെന്നൊക്കെ വരെ തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. ഇച്ചിരി ഒരു സ്ട്രോങ് ബിൽഡായിട്ടുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ഈ ബജാജ് ഇന്ത്യൻ മാർക്കറ്റ് കണ്ട് ഇറക്കുന്നവരെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിൽ വണ്ടി നമുക്ക് തരും.
ചീപ്പ് റേറ്റാണ് പാർട്സിനും. അപ്പോൾ ഇപ്പോൾ ക്വാളിറ്റിയും കൂടെ കുറച്ചുകൊണ്ട് പാർട്സിന് ചീപ്പ് റേറ്റേ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ തെരുതരാ മാറി വെക്കേണ്ടി വരും. അങ്ങനൊരു പ്രശ്നമുണ്ട്. കാരണം നിസ്സാര പൈസയ്ക്ക് ഓരോ സാധനം മാറി വെക്കാം, പക്ഷേ അതിന് വലിയ ലൈഫൊന്നും കാണത്തൊന്നുമില്ല. എൻ്റെ അനുഭവമാണ് കേട്ടോ, വേറെ ആൾക്കാർ വേറെ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് ലൈനർ ഇപ്പോൾ കമ്പനിയുടെ ആണെങ്കിൽ പോലും മാറിയിട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ വെടി തീരും. പിന്നെ നിൻ്റെ വണ്ടി ഇത്ര ഓടിയിട്ടല്ലാടാന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഡിസ്കവർ ഞാൻ ഉപയോഗിച്ച ഒരാളാണ്. പക്ഷേ അതിലൊക്കെ നല്ല രീതിയിൽ പല പാർട്സും ലാസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് കാണിക്കാത്ത ശോഭകേടൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഒന്നും ഈ ഒരു BS6 വണ്ടികളിലോട്ടൊന്നും വന്നപ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നില്ല. അത് ഈ ഒരു മാനുഫാക്ചറിൻ്റെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചറും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഈ പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയൊക്കെ ആയിരിക്കും പലയിടത്തും ക്വാളിറ്റിയൊക്കെ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഡെലിവറി കാര്യങ്ങൾക്കോ നമ്മുടെ ഡെയിലി പർപ്പസിനോ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഓടിച്ചങ്ങ് തീർക്കാൻ, അല്ലാണ്ട് എല്ലാമായി നല്ലൊരു വണ്ടി ഫാമിലി വണ്ടിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഒരു വണ്ടി മൈലേജ് കിട്ടുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി ഒരു വണ്ടി, അങ്ങനെ ഒരു വണ്ടി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാം. പ്ലാറ്റിനയോ അതുപോലെ CT100 അതൊക്കെ എടുക്കാം. ഈ ഡെലിവറിക്കൊക്കെ ഇറക്കിയ വണ്ടി ഓടി തീരത്തേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സസ്പെൻഷൻ കയറ്റിയപ്പോൾ കണ്ടോ, നല്ല സുഖം കണ്ടോ. ഓഫ് റോഡ് ട്രാക്കിൽ കൂടെ ഒക്കെ പോകുന്ന പോലത്തെ ഫീൽ. അങ്ങനത്തെ റോഡും ആണല്ലോ. നല്ല സുഖം. ബാക്ക് അങ്ങനെ വലിയ താഴ്ന്നൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു പ്ലാറ്റിന അനുഭവമായിട്ടും ഈ ഒരു വണ്ടി ആർക്കെടുക്കണം എന്നൊക്കെ ചോദിച്ചാലൊക്കെ പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടിയാണ് ഇതുപോലത്തെ വണ്ടി കൂടുതലായിട്ട് ആൾക്കാർ എടുക്കുന്നത്. അങ്ങനത്തെയൊക്കെ പരിപാടിക്കൊക്കെ നല്ല വണ്ടിയാണ്, നല്ല മൈലേജ് കിട്ടും, 60-65 കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. കാരണം നമ്മൾ ഇപ്പം വണ്ടി വാങ്ങിച്ച് സർവീസും ചെയ്യത്തിലൊന്നും മാറിയും വെക്കത്തില്ലെങ്കിൽ എല്ലാ വണ്ടിയും കണക്കാം. ഏത് വണ്ടി ഏത് ബ്രാൻഡാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അതന്നേരം മാറി വെച്ച് വിട്ടോണം. ഇപ്പോൾ ഒരു ചെറിയൊരു സാധനം വാങ്ങി അത് മാറ്റിക്കോണം. അപ്പോൾ അത്രയും പൈസ ആകത്തുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കാൻ നോക്കുമ്പോൾ വലിയ പണിയായിട്ട് തോന്നുന്നത്. കാരണം എല്ലാം കണക്ട് ചെയ്താണല്ലോ പോകുന്നത്. ഒരു സാധനം പോയി കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള അടുത്ത സാധനത്തിൽ എന്തെങ്കിലും പണി കിട്ടും. അപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് വരുമ്പോഴേ മാറ്റി വിടുവാണെങ്കിൽ വണ്ടി എപ്പോഴും നല്ലതായിട്ടിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ സാധനം പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അങ്ങ് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു 2 ലക്ഷത്തോളം അടുത്ത് ഓടി വണ്ടിയായിട്ടും ഇപ്പോൾ കണ്ടില്ലേ, കാഴ്ചക്കാണെങ്കിലും ഓടിക്കാനുള്ള അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും വണ്ടിക്കില്ല. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു റേസ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഓയിലൊക്കെ പ്രോപ്പറായിട്ട് മാറ്റിക്കൊണ്ടിരുന്നാൽ മതി. ഞാൻ ആദ്യമായിട്ട് വണ്ടി ഡിസ്കവർ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഷോറൂമിലൊക്കെ കയറിയായിരുന്നു, പല ഷോറൂമിൽ. അപ്പം ആക്റ്റീവൊക്കെ എടുക്കാൻ നോക്കി. അപ്പം ആക്റ്റീവൊക്കെ 6 മാസമൊക്കെ ഡിലേ ആണ്, വണ്ടി കിട്ടാനില്ല, ഭയങ്കര ചാടയായിരുന്നു. ഇപ്പൊക്കെ സ്റ്റോക്കുണ്ട്, വേണേ എടുത്താമെന്നുള്ള സെറ്റപ്പായിരുന്നു. അങ്ങനെ പല ബ്രാൻഡിലും EMI സ്കീംസൊന്നും. പക്ഷേ ബജാജിലോട്ട് ചെന്നപ്പോൾ നിസ്സാരം പൈസ അടച്ചപ്പെടുന്ന ചൂടപ്പം പോലെ വണ്ടി, ഒരു വണ്ടി സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരാൾക്കൊക്കെ പെട്ടെന്നൊരു വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ബജാജിൽ പെട്ടെന്ന് ഫിനാൻസും ഒക്കെ പാസ്സാവും, പെട്ടെന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് കണ്ട് വണ്ടി ഇറക്കുന്ന ബ്രാൻഡാണെന്ന് പറഞ്ഞത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ആൾക്കാരുടെ സാഹചര്യം മനസ്സിലാക്കിയും കൂടെയാണ് ഒരു വണ്ടി ഇറക്കുന്നത്, നമ്മുടെ പർപ്പസൊക്കെ കണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പർപ്പസിന് മൈലേജിനൊക്കെ പറ്റുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ കിട്ടും. ഇതിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും പണിയൊക്കെ ഉണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എൻ്റെ അനുഭവങ്ങളായിട്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊക്കെ കുറച്ച് വലിച്ചു നീട്ടിയ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കല്ലട കിടക്കുന്നു. ഞാൻ ഭയങ്കര ബസ് ഭ്രാന്തനാണ് ഗൈസ്, എനിക്ക് എവിടെ ബസ് എന്തായാലും അങ്ങോട്ട് നോക്കാൻ തോന്നും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും മാത്രം. ഇപ്പോൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം തരണം. നമ്മുടെ സ്വിഗ്ഗി ഡെലിവറിയുടെ ഡെയിലി വ്ളോഗ് ഞാൻ എന്താണെങ്കിലും ഉടനെ ചെയ്യുന്നതാണ്. ഞാൻ ഹോസ്പിറ്റലൊക്കെ കയറുകയാണെങ്കിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ആയതുകൊണ്ടും ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണല്ലോ, ഇത്തരത്തിലാണല്ലോ പരിപാടിയൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടിയെപ്പറ്റിയും ഒരു ഇൻട്രൊഡക്ഷൻ തന്നേക്കാൻ ഓർത്തു.